ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നു. കുഞ്ഞിൻ്റെ അരയിൽ കറുത്ത ചരട് കണ്ണൻ കെട്ടിക്കൊടുക്കുന്നുണ്ട്. തുടർന്ന് ദുർഗ കൊടുത്തുവിട്ട് സ്വർണത്തിൻ്റെ അരഞ്ഞാണവും മഞ്ജുവും അനന്തവും ലേഖയെല്ലാം കുഞ്ഞിന് വേണ്ടിയിട്ട് കരുതിയിട്ടുള്ള സ്വർണ്ണയെല്ലാം അണിയിക്കുന്നുണ്ട്. അതിനുശേഷം കുഞ്ഞിന് പേരെന്താണെന്ന് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും കണ്ടുവച്ചിട്ടില്ല എന്ന് കണ്ണൻ പറയുന്നതും, ഞാൻ ഇന്നലെ സിദ്ധിയായിട്ടുള്ള അമ്മയെ സ്വപ്നം കണ്ടു എന്നും അമ്മ നീലാംബരി എന്ന പേര് കുഞ്ഞിനെ ഇടണമെന്നാണ് സ്വപ്നത്തിലൂടെ പറഞ്ഞത് എന്നും മഹി അറിയിക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ ആ പേര് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. ഇതേസമയം പ്രതാപൻ പറഞ്ഞു വിട്ട ഗുണ്ട ഏർപ്പാടാക്കിയ കള്ള സന്യാസി അവിടെ എത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ വരവെന്ന് അയാൾ പറയുന്നതും, അത് സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞു വിട്ട സന്യാസിയാണെന്ന് മോഹിനി പറയുന്നതോടുകൂടി തന്നെ മഹിക്കും കണ്ണനും എല്ലാം അത് ശരിയാണെന്ന് തോന്നുന്നു. തുടർന്ന് കുഞ്ഞിനെ അനുഗ്രഹിക്കാനാണെന്ന വ്യാജേന മടയിൽ കിടത്തുകയും തുടർന്ന് ഭസ്മം വായിൽ നിന്ന് കയ്യിൽ വരുത്തുന്നതോടുകൂടി തന്നെ അയാളെ എല്ലാവർക്കും വിശ്വാസമാകുന്നുണ്ട്. അയാളാണെങ്കിൽ ആ വിഷഭസ്മം കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊട്ടുകൊടുക്കുന്നു. തുടർന്ന് കുഞ്ഞിൻ്റെ പേര് നീലാംബരിയാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ കുഞ്ഞിന് നീല ഭാഗ്യനിറമാണെന്നും കുഞ്ഞിനെ നീല വസ്ത്രം ധരിപ്പിക്കണമെന്നും നീല വസ്ത്രങ്ങൾ കുഞ്ഞിനെ കൊണ്ട് ദാനം ചെയ്യിപ്പിക്കണമെന്നെല്ലാം അയാൾ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് അയാൾ അവിടെ നിന്ന് മടങ്ങുന്നത്. 5 നിമിഷങ്ങൾക്കകം തന്നെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുമെന്നും അയാൾ കണക്കുകൂട്ടുന്നു. അതിനുശേഷം ഒട്ടുപാല പ്രതാപനെ വിളിച്ചിട്ട് എല്ലാം ഭംഗിയായി നടന്നു എന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ അത് കേട്ട് മതിമറന്ന് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. കാരണം പലരും ഇതുപോലെ മുൻപ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, എല്ലാ തവണയും അങ്ങനെയൊന്നും ആവില്ല അമ്മേ, ഇത്തവണ നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് കേട്ടോ പ്രതാപൻ ചെയ്യുന്നത്. പിന്നീട് കുഞ്ഞിൻ്റെ ജീവൻ ഇപ്പോൾ നഷ്ടപ്പെട്ട് കാണും എന്നെല്ലാം കരുതിയ കള്ള സന്യാസിയുടെ ദേഹത്തേക്ക് തന്നെ അന്തരീക്ഷത്തിൽ നിന്നും വിഷഭസ്മം വീഴുകയും അതോടുകൂടി തന്നെ അയാൾക്ക് ദേഹമാസകലം ചൊറിയാനും തുടങ്ങുന്നു. പ്രതാപൻ പറഞ്ഞു വിട്ട ഗുണ്ടയ്ക്കും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല പ്രതാപനും മുത്തശ്ശിക്കുമൊക്കെ അകാരണമായിട്ട് ദേഹത്ത് ചൊറിച്ചിലുണ്ടാകുന്നു. എന്താണ് അതിന് കാരണമെന്ന് അവർക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയുടെ കളികളാണ്. അമ്മയാണെങ്കിൽ ഇതെല്ലാം ജ്ഞാനദൃഷ്ടിയിലൂടെ കണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന മാർക്കോ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ചിലതൊക്കെ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും, കുഞ്ഞിനെ അപായപ്പെടുത്താനായിട്ട് ഇന്നും ദുഷ്ടന്മാരിൽ നിന്നും ശ്രമം ഉണ്ടായി എന്നും പക്ഷേ അവരൊക്കെ ഇപ്പോൾ ദേഹം മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നേരിട്ട് ലഭിച്ച ആ കുഞ്ഞ് പകുതി മനുഷ്യനും പകുതി ദൈവിക ചൈതന്യം ഉള്ള കുഞ്ഞാണ്. അതുകൊണ്ട് ആ കുഞ്ഞിൻ്റെ രക്ഷാകവചം ആ കുഞ്ഞ് തന്നെ നോക്കിക്കൊള്ളുമെന്നും കഴിഞ്ഞ ജന്മത്തിൽ മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു സങ്കടം തീർത്തു കൊടുക്കാനായിട്ട് ദൈവങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ദൈവിക ചൈതന്യമുള്ള കുഞ്ഞിനെ തന്നെ മഹാലക്ഷ്മിക്ക് കിട്ടിയത് എന്നും അമ്മ പറയുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിൻ്റെ പേരിനെക്കുറിച്ചും അമ്മ മാർക്കോയെ അറിയിക്കുന്നു. കഴുത്തിൽ നീലമറുകോടുകൂടി ജനിച്ച നീലാംബരി എന്നാണ് കുഞ്ഞിൻ്റെ പേര് എന്ന് അമ്മ പറയുന്നത് കേട്ട് മാർക്കോയ്ക്കും ആ പേര് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. ആ മോള് വളർന്നു വരുന്തോറും പലതരത്തിലുള്ള അത്ഭുതങ്ങൾ കാണിക്കുമെന്നും ഇനി നമ്മളെല്ലാവരും അത് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ കുഞ്ഞ് ദൈവിക ചൈതന്യമുള്ള ഒരു കുഞ്ഞാണെന്ന് ഇതോടുകൂടി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതേസമയം കണ്ണനും മഹാലക്ഷ്മിയും ഇതൊന്നും അറിയാതെ അവരാണെങ്കിൽ കുഞ്ഞിനെ മടിയിലിരുത്തി കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നൊരു സെൽഫി എടുക്കാമെന്നെല്ലാം കണ്ണൻ പറയുന്നു. അങ്ങനെ അവർ കുഞ്ഞിൻ്റെ ആ ഒരു നൂലുകെട്ട് ഫംഗ്ഷൻ എല്ലാ അർത്ഥത്തിലും ആഘോഷമാക്കുന്നുണ്ട്. ഇതേസമയം പ്രതാപനും മുത്തശ്ശിയാണെങ്കിൽ ദേഹം മുഴുവൻ ചൊറിഞ്ഞിട്ട് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത ഒരവസ്ഥയിലാണ്. തുടർന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഇത്ര നേരമായിട്ടും ഒരു വിവരവും അറിഞ്ഞില്ലല്ലോ പ്രതാപ, കുഞ്ഞിനെ ഭസ്മം തൊട്ടിട്ട് കൊല്ലാനാണോ പോയത് അതോ അനുഗ്രഹിക്കാനാണോ എന്നെല്ലാം മുത്തശ്ശി ചോദിക്കുമ്പോൾ, എന്തായാലും ഭസ്മം കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊട്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലേ, അതിൻ്റെ ഫലം ഇത്തിരി വൈകിട്ടായാലും കാണിക്കാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതേസമയം ആ ഗുണ്ട പ്രതാപനെ വിളിക്കുന്നു. തുടർന്ന് ദേഹം മൊത്തം ചൊറിച്ചിലാണെന്നെല്ലാം അയാൾ പറയുമ്പോൾ എനിക്കും അമ്മയ്ക്കും അങ്ങനെ തന്നെയാണെന്ന് പ്രതാപനും പറയുന്നുണ്ട്. എന്തായാലും വിചാരിച്ച കാര്യം നടന്നില്ലേ എന്ന് അയാൾ പറയുമ്പോൾ, അതിന് നിനക്ക് വിവരം വല്ലതും കിട്ടിയോ എന്ന് പ്രതാപൻ തിരിച്ചു ചോദിക്കുന്നതും, അതിപ്പോൾ അറിയാനൊന്നുമില്ല സാറേ, 5 മിനിറ്റിനകം തന്നെ കുഞ്ഞു പോയി കാണും, അവിടെ ഇപ്പോൾ കൂട്ടക്കരച്ചിലാണെന്നൊക്കെ അയാൾ ആയിരിക്കും എന്നെല്ലാം അയാൾ പറയുന്നു. ഏതായാലും ഉദ്ദേശിച്ച കാര്യം വിജയിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതാപൻ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കരുണ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് എല്ലാവരും അവിടെ ഇപ്പോൾ സന്തോഷിച്ച് മതിമറന്ന് നിൽക്കുകയായിരിക്കും. അവരുടെയൊക്കെ സന്തോഷം തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും
അതിലാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ ഈ ഒറ്റ മോള് മരിച്ചു കളയുന്നവരെ ഞാൻ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നെല്ലാം കരുണ പറയുമ്പോൾ, ഇതിനു മുൻപ് നിൻ്റെ അച്ഛൻ കണ്ണനെയും ലക്ഷ്മിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, അന്നൊക്കെ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ, അന്നൊക്കെ ഭാഗ്യം കണ്ണനെയും ലക്ഷ്മിയും തുണച്ചു, പക്ഷേ എല്ലാ തവണയും അങ്ങനെ ആവണമെന്നില്ലല്ലോ ഉണ്ണിയേട്ട എന്നെല്ലാം കരുണ പറയുമ്പോൾ, അതൊന്നും പറയാൻ പറ്റില്ല കരുണേ. കണ്ണനെയും ലക്ഷ്മിയേക്കാളൊക്കെ ഭാഗ്യമുള്ളവനാണെന്ന് തോന്നുന്നു അവരുടെ കുഞ്ഞ്. അല്ലെങ്കിൽ പിന്നെ വിഷം മഹാലക്ഷ്മിയുടെ വയറ്റിൽ വിഷം ചെന്നിട്ട് പോലും ആ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അങ്ങനെയൊന്നും ആയിരിക്കില്ല ഉണ്ണിയേട്ടാ, ഇത്തവണ എൻ്റെ വയറ്റിലും ഒരു കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് അച്ഛൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്ന് തന്നെ കരുണ തീർത്ത് പറയുന്നുണ്ട്. ഏതായാലും കണ്ണനോ മഹാലക്ഷ്മിയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവരുടെ കുഞ്ഞിന് കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അപകടം അവിടെ നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല. പക്ഷേ എന്തായാലും നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെയായിരിക്കും പ്രതാപൻ്റെ ഈ ഒരു കൊടും ക്രൂരതയെക്കുറിച്ച് കണ്ണനെ അറിയിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്